ഒരു ചെറിയ മേഖലയിലല്ല ഇത് ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രകമ്പനം കേട്ടത്, ശബ്ദം കേട്ടത് എന്നുള്ളതാണ്. ഈ നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ പ്രദേശങ്ങളിൽ ഒക്കെ ആ മുഴക്കം കേട്ടു. ഒപ്പം വേങ്ങപ്പള്ളി വില്ലേജിലും കാരാറ്റപ്പടി, മയിലാടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ചെറിയ മുഴക്കവും ഇളക്കവും ഒക്കെ കേട്ടതായി പറയുന്നു. അതിപ്പോ നമുക്ക് എന്തായാലും അത് വിദഗ്ധരുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അതിന്റെ ഭാഗമായി ഭൂമിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഭാസമാണോ ഇത് എന്ന ഒരു ആശ്വാസ വാർത്ത വരണമെങ്കിൽ അത് വിദഗ്ധർ തന്നെ അത് ഉറപ്പിക്കണം. അതുവരെ ഇപ്പോൾ നെന്മേനി പഞ്ചായത്ത് അംഗം പ്രേമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രേമൻ, താങ്കൾക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അവിടെ ഒരു പ്രകമ്പനവും ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും ഒക്കെ കേട്ടു എന്ന് അറിയുന്നല്ലോ. 10:10 വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു പ്രകമ്പനം ഉണ്ടാവുകയും വീടിന്റെ ജനലൊക്കെ തരിക്കുകയും ചെയ്തത്. കിടകടയുള്ള ഒരു സൗണ്ടോടുകൂടെ ജനലൊക്കെ തരിച്ച സെക്കൻഡ് കൊണ്ട് കഴിയുകയും ചെയ്ത് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സൗണ്ട്, പ്രകമ്പനം പോലെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വീടിന്റെ ഒരു തരിപ്പൊക്കെ അനുഭവപ്പെട്ടത്. ഇപ്പൊ താങ്കൾ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ എന്റെ നാട്ടിൽ തന്നെ ഉണ്ട്. അല്ല, ഇപ്പൊ അവിടുന്ന് ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ടോ? ആളുകളെ മാറ്റിയിട്ടുണ്ടോ? മാറ്റാൻ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ വില്ലേജ് ഓഫീസറും തഹസിൽദാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ അവര് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത് അമ്പലവയൽ മുതൽ തെക്കൻകൊല്ലി, മാളിക, അമ്പൂത്തി ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലവയൽ എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. അതായത് വലിയ മേഖലയാണ്. വലിയ മേഖലയാണ്. അപ്പൊ മാറ്റി താമസിക്കുന്നവര് പ്രായോഗികമാവില്ല. മലമുകളിലുള്ള അമ്പൂത്തി മലമുകളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിക്കുമ്പോ അവരെന്താ പറയുന്നത്? എല്ലാവരും ഉണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാവരും, തഹസിൽദാർ അടക്കമുള്ള ആളുകളോട് എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവര് പരിശോധന നടത്തുന്നുണ്ടോ? പരിശോധിക്കാൻ വിദഗ്ധനായ ഒരു അരുൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അവർ എന്താണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രേമൻ, ഒന്നുകൂടി താങ്കൾ അത് അനുഭവിച്ച ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഇടിവെട്ടുന്നത് പോലെ, ഇടിമുഴക്കം പോലെ ആയിരുന്നു? വലിയ ഇടിമുഴക്കം പോലെ സൗണ്ട്, ഒരു പ്രകമ്പനം. അതോടുകൂടെ വീടൊക്കെ തരിച്ച്. അപ്പൊ വേഗം പുറത്തിറങ്ങി നോക്കി എന്താണെന്ന്, വാഹനം പോയതാണോ എന്തൊക്കെയാണോ നോക്കിയപ്പോ അതൊന്നുമല്ല. അപ്പൊ ഈ ബാക്കിയുള്ള വീടുകളിലും താങ്കൾക്ക് തോന്നിയതല്ല എന്ന് മനസ്സിലായത് എപ്പോഴാണ്? അതെ 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 കറക്റ്റ് തോന്നി എന്താണ് സംഭവിക്കുന്നത് ഒരു ഭീതി ഉണ്ടായി. വേഗം പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പൊ പുറത്ത് നിന്ന ആൾക്കാർക്ക് മറ്റു വീട്ടുകാർക്കും ഒക്കെ അങ്ങനെ തോന്നിയിരുന്നല്ലോ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ അവിടെ യോഗം കൂടുകയാണ്? അല്ല, യോഗ അല്ല. ഇവിടെ ഒരു ടൗണില്, ചെറിയ ടൗണിൽ എല്ലാരും കൂടെ അമ്പൂത്തി മലയുടെ താഴെയാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത്. അപ്പൊ എന്താണ് ഉദ്യോഗസ്ഥരെ പരിശോധിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ആളുകളെ മാറ്റുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? ഇത്രയും പ്രായോഗികമല്ല. കാരണം ഉണ്ടായ പ്രദേശം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രദേശം, ഏകദേശം ഒരു 5 കിലോമീറ്ററിലധികം ചുറ്റളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിദഗ്ധനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ജിയോളജിസ്റ്റ് ആണോ അദ്ദേഹം? തഹസിൽദാർ. അല്ല, ഇത് പഠിക്കാൻ ആളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത്? അതെ, പരിശോധിക്കാൻ വേണ്ടിയിട്ട് തഹസിൽദാരാണ് പറഞ്ഞത് കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചത്. ശരി ശരി ശരി. അപ്പൊ താങ്കളൊക്കെ അവിടെ തന്നെ തുടരുകയാണ്? തുടരുകയാണ്. ഇവിടെ തന്നെയാണ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വീടുകളിലും ഒക്കെ ആയിട്ട് തന്നെ ഉണ്ട്. ഈ ജനൽ പൊട്ടിയോ? ജനൽ ചില്ല പൊട്ടി? ജനലിന്റെ പാളി ഒന്നുമില്ല, പൊട്ടൊന്നും ഉണ്ടായിട്ടില്ല. തരിപ്പ് മാത്രം. അത് ഒറ്റ തവണ മാത്രം? ഒറ്റ തവണ മാത്രം, പിന്നെ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഒറ്റ തവണ ആ സെയിം സമയത്താണോ ഉണ്ടായത്? സെയിം സമയത്ത് കറക്റ്റ് സമയത്ത് 10:10 ശരി പ്രേമൻ, ശരി. ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ടുകൊള്ളാം. അവിടെ ഇപ്പോൾ അവരെല്ലാം ആളുകളെ എങ്ങനെ മാറ്റും, ഇത്രയും ആളുകളെ എങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുമെന്നൊക്കെയുള്ള ആശങ്കയിലും സംശയത്തിലുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രേമൻ സംസാരിച്ചപ്പോൾ പ്രേമന് നിന്ന് മനസ്സിലായ കാര്യം ഒറ്റ തവണയാണ് ആ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. വലിയ ശബ്ദം കേട്ടിരുന്നു, ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടിരുന്നു. അത് അവിടെയുള്ള പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അത് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത് അവർക്കും തോന്നി അത്തരത്തിലൊരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളത്, അവരെയും ബാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മലയ്ക്ക് മുകളിൽ നിന്നുള്ള ആളുകളെ മാറ്റുക എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ തീരുമാനമായിരിക്കുന്നത്. ഇത്രയും സമയമേ ആയിട്ടുള്ളൂ. 11 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്രകമ്പനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 12:30 അടുക്കുന്നു. അവിടെ വലിയൊരു മേഖലയെ ആണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്. അവിടെ അതിനുള്ള ആളുകളെ മാറ്റുന്നത് എങ്ങനെ, ഇത്രയും അധികം ആളുകളെ എങ്ങോട്ടേക്ക് മാറ്റുമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. വിദഗ്ധരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് പഠിക്കാനായി വിദഗ്ധർ അങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ അവിടെ സേഫ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുമ്പോൾ. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.